നമസ്കാരം. അമൃത ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഏറെ പ്രിയമുള്ള രണ്ടുപേരാണ്. ഇടതുകോട്ടകൾ തകർത്തെറിഞ്ഞ് മുന്നേറിയവർ. രാഷ്ട്രീയമറിഞ്ഞും രാഷ്ട്രീയത്തിലൂടെ പരസ്പരം അറിഞ്ഞും ജീവിതത്തിൽ ഒന്നായി ചേർന്നവർ. അതിലൊരാൾ MP ആണ്, മറ്റൊരാൾ മന്ത്രിയാണ്. ഇപ്പോൾ തന്നെ ആ ഒരു സസ്പെൻസ് അങ്ങ് തീർന്നു. എല്ലാവർക്കും ആരാണെന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാടിൻ്റെ പ്രിയപ്പെട്ടവരായ ശ്രീ VK ശ്രീകണ്ഠനെയും ശ്രീമതി K തുളസിയെയും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ നമുക്കറിയാം ഇത്തവണ ഡബിൾ പവറാണ് ഓണത്തിന്, ഡബിൾ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ വരുന്ന ഓണം ഒരു ചരിത്രപരമായി തന്നെ എഴുതപ്പെടുകയാണ് ഇത്തവണ ഓണം. ഒരു MP, ഒരു മന്ത്രി, വലിയ തിരക്കാണ് നമുക്കറിയാം. പക്ഷേ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് ഒരല്പനേരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓണവിശേഷങ്ങൾ ഏതുവരെ? ഓണത്തിന് വീട്ടിൽ അധിക സമയം ഉണ്ടാവാൻ സാധ്യതയില്ല. തിരുവോണം ദിവസം എന്തായാലും വീട്ടിലുണ്ടാവും. അല്ലാത്ത സമയങ്ങളിൽ കൂടുതലും പുറത്ത് പരിപാടികളിലായിരിക്കും. ഓണം ഇങ്ങനെ തന്നെയാണോ? ഈ തിരക്കുകൾക്കിടയിലാണോ? സ്വന്തമായിട്ട് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ടോ? വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ഓണമൊക്കെ ആഘോഷിക്കുക. ഓണസദ്യയൊക്കെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ ഓണക്കോടി കൊടുത്ത് അതിൻ്റെ ഭാഗമായി അറിയാലോ. ഓണം എന്ന് വെച്ചാൽ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമല്ലേ. പക്ഷേ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വീട്ടിലില്ല. തുളസി ഓണായിട്ട് സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോകും. അവരൊരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഞാൻ മിക്കവാറും നാട്ടുകാരുടെ കൂടെയാണ് കുറേ വർഷങ്ങളായിട്ട്. എവിടെയൊക്കെ ആഘോഷമുണ്ടോ ആഘോഷങ്ങളിലേക്ക് എത്തുക, അവരോടൊപ്പം ആനന്ദിക്കുക, അതിലൊക്കെ സന്തോഷപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഓണം. തുളസി ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ്. വീട്ടിൽ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു പരിപാടികളിലൊക്കെ പോകുന്നു. രണ്ടുപേരും രാഷ്ട്രീയ തിരക്കുള്ള ആളുകളായതുകൊണ്ട് ജനങ്ങളോടൊപ്പമാണ് കൂടുതൽ ആഘോഷമൊക്കെ സംഘടിപ്പിക്കാൻ ഇഷ്ടം. വീട്ടിലൊരു പേരിനും ഒരു ചടങ്ങിനും മാത്രമുള്ള കാര്യങ്ങളാണ്. ഓണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും തിരക്കുകൾക്കിടയിലാണ്. ആ തിരക്കിന് പക്ഷേ സാറ് പറഞ്ഞ പോലെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ഓണം അവരോടൊപ്പം ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു സന്തോഷമാണ്. കുട്ടിക്കാലത്തേക്ക് ഓർമ്മകൾ ഈ പറഞ്ഞ പോലെ പാലക്കാടാണ്. പാലക്കാടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് ആ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഓണം ആഘോഷിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? ഇത്തവണ തിരുവനന്തപുരത്ത് നിന്നാണ് ഓണം തുടക്കം കുറിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനൊക്കെ മന്ത്രിയുടെ വക പിന്നെ ഓണസമ്മാനമായിട്ട് സദ്യ ഒരുക്കിയിരുന്നു. അവിചാരിതമായിട്ട് ഞാൻ അവിടെ എത്തി. ഞാനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി പാലക്കാട് വരെയാണ് ഇത്തവണത്തെ ഓണം. കാരണം മുമ്പ് പാലക്കാട് മാത്രമായിരുന്നു. തുളസിയും തിരുവനന്തപുരത്തു നിന്ന് ഓണം ആഘോഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ ഒട്ടും ഒഴിവില്ലാത്ത നല്ല ഓണത്തിരക്കായിരിക്കും. എന്തായാലും കുട്ടിക്കാലത്തുള്ള തരത്തിലുള്ള ഓണമൊന്നും ഇപ്പം ഇല്ല. പിന്നെ പണ്ടത്തെ പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്ന് പാടവും പറമ്പൊക്കെ തേടി പൂ പറിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. പിന്നെ തൃക്കാരപ്പനൊക്കെ വെച്ച് പൂജിച്ച് പഴയ ഓർമ്മ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പഠിപ്പിച്ചത് ഉണ്ട്. പക്ഷെ അതെല്ലാം അന്യം നിന്ന് പോയി. വീട്ടിൽ സദ്യ ഉണ്ടാക്കാൻ 2-3 ദിവസം അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരുമിച്ചൊരു സദ്യ ഉണ്ടാക്കലൊക്കെ ഉണ്ടായിട്ടില്ല രണ്ടുപേരും. അങ്ങനത്തെ ഓർമ്മകള്. അപ്പൊ അതൊരു രസമല്ലേ ഈ പറഞ്ഞ പോലെ. എന്താണ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് രണ്ടുപേരും? അത് ആളെന്തായാലും കുക്കിങ്ങിന് കിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ബാലപാഠം അറിയില്ല. ആകെ ചായ വെക്കാൻ മാത്രമേ മോശമല്ല. അല്ല, അത് അത്യാവശ്യത്തിന് പരിചയിക്കണമല്ലോ എന്ന് കരുതി ചെയ്തതാണ്. ഭക്ഷണമൊക്കെ തുളസി നന്നായിട്ടുണ്ടാക്കും. ഞാൻ ഓണത്തിന് അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ എൻ്റെ സഹോദരനെ വിളിച്ചിട്ടാണ് സദ്യയൊക്കെ ഉണ്ടാക്കാറ്. ഒറ്റയ്ക്ക് എനിക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സദ്യ ഉണ്ടാക്കി നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്കൊക്കെ വിളമ്പി അതൊക്കെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ ഓണത്തിനും ചെയ്യാറുണ്ട്. പിന്നെ ഇവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞങ്ങൾ വലിയ പൂക്കളിട്ടിട്ട് അങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നടത്താറില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തിട്ട് വരും. അവിടെയും ചെറിയ രീതിയിലുള്ള ആഘോഷമേ ഉള്ളൂ. പിന്നെ കൂടുതൽ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നാട്ടിൽ പല ക്ലബ്ബുകൾ അതുപോലെ തന്നെ പല കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണത്തിലാണ്. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിറയെ ഓണക്കളിയൊക്കെ നടക്കാറുണ്ട്. ഞാനതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നാട്ടിൻപുറത്ത് അങ്ങനെ പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള നാടൻ കളികളൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല. എല്ലാവരും കൂടുതലും മറ്റു ഓണത്തല്ലൊക്കെ പാലക്കാടാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഓണത്തല്ല് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പല്ലശനെയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അടിയുടെ ശബ്ദം കേട്ടാൽ നമ്മൾ ഓടി രക്ഷപ്പെട്ടു. അതുപോലത്തെ തല്ലാണ്.
അതൊരു രസമാണ്, ഒരു കലയാണ്, അത് നല്ല പരിചയസമ്പന്നരാണ്. ഇത് പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ പോയി ഓണത്തല്ല് പോയാൽ അവർക്ക് പൊതിരെ തല്ല് കിട്ടും. കാരണം മർമ്മത്ത് അടിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. പക്ഷെ അത് വലിയ ആഘോഷമാണ്. അങ്ങനെ ഒരു തവണ നമ്മൾ കണ്ടിട്ടുണ്ടല്ലാതെ അതിൽ പങ്കെടുത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വടംവലിയാണ്. കാരണം രണ്ട് വടംവലിയിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വടംവലി മത്സരമാണ്. ഈ തെക്ക് ജില്ലകളിലെ പോലെ അതാ ഞാൻ പറഞ്ഞ പാലക്കാട് മൊത്തത്തിൽ ഒരു ട്രഡീഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ മൊത്തത്തിൽ ആഘോഷം അതുപോലെ കളറാണ്. അതുകൊണ്ട് ഓർമ്മകൾക്ക് അത്രയും ഷാർപ്നെസ് ഉണ്ടാവുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. അല്ലെ, ഈ വടംവലിക്ക് ചില സമയത്തൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ നമ്മളറിയണ ആൾക്കാരായിരിക്കും. അപ്പോൾ രാഷ്ട്രീയത്തിലെ വടംവലി അവിടെ നടക്കില്ല. അപ്പോൾ രണ്ടുപേർക്കും മനസ്സ് രണ്ടുപേർക്കും അനുകൂലമായിരിക്കും. അപ്പോൾ റഫറി ആയിട്ട് നിൽക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും നാട്ടിൽ ഇതൊക്കെ ഗംഭീര ആഘോഷമാണ്. അവിടെ വടംവലിക്കായിട്ട് പ്രത്യേകിച്ച് മത്സരവും അതുപോലെ സമ്മാനമൊക്കെ ഏർപ്പെടുത്തി. പഴക്കൊലയാണ് ഏറ്റവും വലിയ സമ്മാനം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഉണ്ട്. പഴക്കൊലയാണ് ഇപ്പോഴത്തെ പഴക്കൊല 1,100 രൂപയും വലിയ സംഭവമാണ്. അതിന് എത്ര നേരം പരിശീലിക്കണം എന്നറിയോ? എന്തായാലും എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പഴക്കൊലയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ നമുക്കിനി ഒരു ഓണത്തിന്റെ മൂഡിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവണമെങ്കിൽ ഓണപ്പാട്ടുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സാർ, മാഡത്തിന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ ഒരുപാട് ശോഭിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പാട്ട് ഷുവറാണ്. കാര്യം നമുക്കിനി അറിയാനുള്ളത് പാട്ടിൻ്റെ ആളാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നന്നായിട്ട് പാട്ട് പാടും. പൊതു സ്ഥലത്ത് പിന്നെ നിർബന്ധിച്ചാലും പാട്ട് പാടും. ഇപ്പൊ ശബ്ദത്തിന് കുറച്ച് വോക്കൽ കോഡിന് ഒരു ചെറിയ ക്രാക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് പാടുമ്പോൾ ശരിക്ക് അങ്ങനെ പാടാൻ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്നും വിഷയമല്ല. കാരണം വിവാദങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ചർച്ചയാവുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി പങ്കുവയ്ക്കാനായിട്ടുള്ള കുറെ നല്ല ഓർമ്മകൾ നമ്മൾ അവർക്ക് സമ്മാനിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പാട്ട്. എന്തായാലും തുളസി പാട്ട് പാടും. പാട്ട് പാടാതെ ഓണാഘോഷമില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയാൽ ഒരു സന്തോഷം. ഞാൻ പാടിയാൽ നിങ്ങളും ക്യാമറ ഇട്ടു. അല്ല, ഇവര് പണ്ടൊക്കെ പാടുന്ന ഇവരുടെ സ്കൂളിലൊപ്പം പഠിച്ചു. നമുക്ക് 3 പേർക്കും കൂടെ ഞാൻ വലിയ പ്രോത്സാഹനം നൽകുന്ന ആളാണ്. ശരി, അപ്പൊ തുടങ്ങിക്കോ. ഞങ്ങള് കൂടെ നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന ആളാണ്. അല്ല, ഞാൻ തുടങ്ങിക്കോ. ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആളുകൾക്ക് എന്തായിരിക്കും, അയ്യോ മന്ത്രി എങ്ങനെയായിരിക്കും പാടുക, ഒരു കൗതുകം ഉണ്ടാവും. അപ്പൊ തന്നെ രണ്ടുപേരുടെ പ്രണയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വരുന്നതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ആ പ്രണയകാലത്തെ ഓർമ്മകൾ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ട് ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് എനിക്കറിയില്ല. പാടില്ല എന്ന് പറഞ്ഞ ചുമ്മയാണ്. സാറ് പാട്ട് പാടും, നന്നായിട്ട് പാടും. പണ്ട് ഒപ്പം പഠിച്ചവരൊക്കെ പറയണ കേട്ടിട്ടുണ്ട് പാടുന്നു, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇതുവരെ പാടിയിട്ടില്ല ഈ ജീവിത കാലയളവിലിടയിൽ? അല്ല, 1-2 വരിയൊക്കെ പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാം, ഓണ സമ്മാനം. എനിക്ക് അത് വശമില്ലാത്ത കൂടുതൽ വശമില്ലാത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പൊ മാമിന്റെ ഒരു പാട്ട് കൂടെ, അപ്പൊ കൂടെ എന്തായാലും കൂടെ പാടും, മൂളാതിരിക്കും. എനിക്ക് ഓണപ്പാട്ടൊന്നും അറിയില്ല. പാട്ടാലും ഞങ്ങൾക്ക് പാട്ട് കേൾക്കണം, ഒരു സന്തോഷം, ഓണ സന്തോഷം, അത്രേ ഉള്ളൂ. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും നീലക്കുയിലേ, നീ മാനത്തിൻ ചോട്ടിൽ നിന്നെ മറന്നു കളിച്ചോരു കാലം. നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. വെരി ഗുഡ്. കണ്ടോ വലിയ കയ്യടികൾ അവിടെ ഏറ്റവും കൂടുതൽ ഗംഭീരമാക്കിയതിന് അഭിനന്ദനങ്ങളും കയ്യടികളും. അപ്പൊ നമ്മൾ ഈ ഒരു സന്തോഷത്തോടു കൂടി ആ പ്രണയകാലത്തിലേക്ക് അങ്ങ് പോകും. 2000-ലാണ് കണ്ടുമുട്ടിയത്. 2000 കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങള് പരിചയപ്പെടുന്നത് 2004 ഒറ്റപ്പാലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്താണ്. അതിനുശേഷമുള്ള ഗുഡ് മെമ്മറീസിലോട്ടൊന്ന് നമുക്കൊന്ന് പോവാം. എൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ, UDF നേതാക്കന്മാരിൽ ഒരു പ്രധാന നേതാവായിരുന്നു MP. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇന്ത്യയിൽ 4 ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. അപ്പം ഒരുപാട് സ്റ്റേറ്റിൻ്റെ ചാർജൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഷൊർണൂർ നിയോജക മണ്ഡലം ഈ ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെട്ടതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളങ്ങനെ കൂടുതൽ കാണാറില്ല, പക്ഷേ എങ്കിലും ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരാളാണ്. പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലായിടത്തും വന്നിട്ട് പ്രസംഗിക്കും. അപ്പം ഈ ചെറുപ്പക്കാരൊക്കെ വന്ന് പ്രസംഗിക്കുമ്പം വോട്ടേഴ്സിനൊക്കെ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ എൻ്റെ പഞ്ചായത്തിലൊക്കെ വന്ന് പ്രസംഗിച്ചതിനെ കുറിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഷൊർണൂരിൽ നിന്ന് വന്ന് പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊക്കെ പറയണ്ടായി. പിന്നെ ഇലക്ഷൻ്റെ പ്രവർത്തന അവലോകനമൊക്കെ നടക്കുമ്പം തീർച്ചയായിട്ടും കാണാറുണ്ട്. പിന്നെ അങ്ങനെ ആ ഒരു പരിചയം അങ്ങനെ പോയെങ്കിലും ഇതിങ്ങനെ ആവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, UDF-ൻ്റെ 19 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. അങ്ങനെ ആ തോൽക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നിട്ടൊരു കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ അതൊരു ഇതിലേക്ക് പിന്നെ അത് കണക്ട് ചെയ്യേണ്ട ആള് സാറാണ്. കാരണം ആ പറയാനുണ്ടായത് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു, കാരണം ഇയാള് തന്നെ എൻ്റെ ജീവിതത്തിൽ മതി എന്ന് തോന്നാനിടയായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ഥാനാർത്ഥിൻ്റെ പ്രൊഫൈല് ഞങ്ങൾ പ്രധാനപ്പെട്ടവർക്കൊക്കെ പങ്കുവെക്കും. അങ്ങനെ നോക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി, അസംബ്ലി തിരഞ്ഞെടുപ്പ് നിസ്സാരമായ വോട്ടിന് പരാജയപ്പെട്ടു. അങ്ങനെ 3ാമത്തെ ഇലക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വിവരിച്ച് കുടുംബ പശ്ചാത്തലമൊക്കെ വിവരിക്കും ഞങ്ങൾ ഒരു കാൻഡിഡേറ്റിൻ്റെ. അപ്പോൾ തീർത്തും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഉയർന്നു വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗം കൊണ്ട് പ്രസംഗമല്ലേ പ്രസംഗിച്ചിട്ട് ചിലരൊന്ന് ചോദിക്കും, ഇത്രയും സ്ഥാനാർത്ഥിയെ അടുത്ത് എങ്ങനെ അറിയാമെന്ന്. ഞങ്ങൾ ഈ പ്രൊഫൈൽ നോക്കി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം മതിയല്ലോ. അപ്പോൾ ഈ പബ്ലിക്കായിട്ട് പറഞ്ഞു കേട്ടപ്പോൾ അത് മനസ്സിൽ പതിഞ്ഞു. അത് മനസ്സിൽ പതിയാണ്ട് പിന്നെ പ്രസംഗം പോകില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് രണ്ടാമത് ആളുകളിങ്ങനെ ഓരോരുത്തർ ചോദിക്കും, ഇത്രയും അടുപ്പാണോ, ഇത്രയും പരിചയമാണോ എന്നൊക്കെ. നമുക്ക് ഈ പ്രൊഫൈൽ കണ്ടിട്ടുള്ള പരിചയമാണ്. പിന്നെ സ്ഥിരം കാണുമല്ലോ ഇലക്ഷൻ സമയത്ത്. അപ്പോൾ തുളസിയുടെ പ്രസംഗമൊക്കെ കേൾക്കും. അപ്പോൾ നല്ല പക്വതയും തീപ്പൊരി പ്രസംഗമാണ്. ആള് തീപ്പൊരി പ്രസംഗമാണ്, ഇപ്പോഴും ആണ്. അപ്പോൾ ആ പ്രസംഗമൊക്കെ കേട്ട സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുള്ള ആൾ അങ്ങനെ വിചാരിച്ചു. രണ്ടാമത്തെ കാര്യം, ഞാനും എനിക്ക് പല പ്രപ്പോസലും കുടുംബക്കാർ നിർബന്ധിച്ച് ആലോചിച്ച് വരുമ്പോൾ ഞാൻ എല്ലാം ഒഴിഞ്ഞു മാറും. കാരണം അല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ വരുമാനം കുടുംബമൊക്കെ ആയിട്ട് പോകണ്ടേ. അപ്പോൾ വീടൊക്കെ വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ചുരുങ്ങിയ ഒരു ഫാമിലിയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടും പിന്നെ മുഴുവൻ സമയം തിരക്കല്ലേ, ഏത് സമയവും. ഞാൻ പണ്ട് പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുള്ളും ഫുൾ ടൈമാണ്, വിശ്രമമില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ രാത്രി വൈകി വീട്ടിലെത്തും. അപ്പം അമ്മയുടെ കുറേ ചീത്ത കേൾക്കണം. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം കേട്ട് അതൊക്കെ മറന്നു. അങ്ങനെ മറന്നിരിക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് തുളസി കടന്നു വരുന്നത് സത്യത്തിൽ. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് മറിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കില്ലായിരുന്നു. കാരണം തുളസി ജയിക്കുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ കാണാൻ തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ വീട് ചേലക്കര നിയോജകമണ്ഡലത്തിൽ കൊണ്ടാഴി, എൻ്റെ വീട് ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ ഷൊർണൂരാണ്. പിന്നെ കാണാൻ അധികം സാധ്യതയില്ല. ഇപ്പോൾ ജയിച്ച് കഴിഞ്ഞാലുള്ള തിരക്ക് വേറെ. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അന്ന് കേരളത്തിൽ ഒരാൾ വെച്ച് എല്ലാവരും തോറ്റു. സ്വാഭാവികമായിട്ടും തോറ്റു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയെ കാണുക എന്നൊക്കെ ഒരു മര്യാദ. ഞങ്ങളൊക്കെ കൂടിയിട്ട് പലരും ചെന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നു. അപ്പോൾ വീടും വീട്ടുകാരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ ആ തിരക്കല്ലേ എല്ലാവരും കൂടി. പിന്നീട് ഏകദേശം ആലോചിച്ച് വെച്ചു. അപ്പോൾ കൃഷ്ണകുമാർ തുളസിയുടെ ബ്രദറാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം തുളസിയെ പഠിപ്പിച്ചതും എല്ലാം, തുളസിയുടെ പെങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ്. അപ്പോൾ ഹോട്ടലിൽ ചെഫായിട്ട് ജോലി ചെയ്യുന്നു അദ്ദേഹം. അപ്പോൾ ആ പുള്ളിക്കാരനെ കണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് തുളസിയോട് സംസാരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. മുമ്പ് ഒരു മാനസിക അടുപ്പം ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലാതെ പ്രണയമോ മരഞ്ചുറ്റലോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എവിടെ വെച്ച് കാണലോ പ്രത്യേകമായിട്ട് വ്യക്തിപരമായി സംസാരിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ വീട്ടിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലും ആലോചിച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് വിവാഹത്തിലേക്ക് തന്നെ അതായിരുന്നു. മുമ്പ് എവിടെയും ഒന്നും അങ്ങനെ ഈ കാര്യം സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ സമയം കിട്ടിയിട്ടില്ല. ഇത് പുള്ളിക്കാരിയോട് പക്ഷെ പേഴ്സണലി പറഞ്ഞില്ലായിരുന്നു അതിന് മുന്നേ, വീട്ടിൽ ആലോചിക്കുന്നതിന് മുന്നേ? ഇല്ലില്ല, പുള്ളിക്കാരിയോട് തന്നെ നേരിട്ട് വന്നിട്ട് ഞാൻ സംസാരിച്ചു. അന്ന് വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരോടും വീട്ടുകാരോടും കൂടിയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പാർട്ടിയിലും നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലും സംസാരിച്ചു. വീട്ടുകാരും അങ്ങനെ ഒരു എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ വേറെ ചില ഭാഗത്തു നിന്നൊക്കെ വിമർശനവും എതിർപ്പൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികം, സമൂഹത്തിലുള്ളതല്ല. അതൊന്നും ഞങ്ങൾ ഗൗരവത്തെടുത്തില്ല. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂടുതൽ പ്രണയിച്ചത്. അതാണ് വേണ്ടത്. അപ്പൊ മാമിന്റെ അടുത്താണ് അതിലൊരു കാര്യം എന്താണെന്നറിയോ, ഒരു പോയിന്റും കൂടി ഉണ്ട്. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരനാണ്, നമ്മുടെ തിരക്കും ബഹളവും ലഹളയൊക്കെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ കുറച്ച് ആശ്വാസമാണല്ലോ കുടുംബത്തിൽ. ഈ ഡോക്ടറെ കല്യാണം കഴിക്കുന്ന പോലെ എഞ്ചിനീയറെ കല്യാണം കഴിക്കുന്ന പോലെ രാഷ്ട്രീയം അറിയുന്ന ആള് ആദ്യം തന്നെ ഇല്ലില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ 2-3 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, നിർബന്ധിച്ചിട്ട് പോകുക എന്നല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല, സീരിയസ് ആയിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ ഒരാളെ സമീപിച്ചപ്പോഴത്തേക്കും ഈ പുള്ളി തന്നെ മതി, കൊള്ളാമായിരിക്കും എന്ന് തോന്നിയോ? അന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത ആളാണ് എന്നുള്ള രീതി. ഞാൻ കുറച്ച് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എടുത്തതാടി എസ് പറഞ്ഞില്ല? ഇല്ല, ഞാൻ ആലോചിച്ച് പറയാന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഇവര് നേരത്തെ പറഞ്ഞ പോലെ ബ്രദറിനോടും വീട്ടിലെല്ലാവരോടും സംസാരിച്ചു. അന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നമുക്ക് പല ആശങ്കകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകണു. അപ്പോൾ ഒരേ ഇതിലുള്ള ആൾക്കാർ തന്നെ ഒരുമിച്ച് ജീവിക്കുമ്പം 1000 പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ അവിടേക്ക് പോയാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്ക് പലതരത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവരോട് പറഞ്ഞപ്പം പറഞ്ഞു, അതായത് ഞാനുള്ളിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ലൈഫിൽ എങ്ങനെയായിരുന്നു ഈ പൊളിറ്റിക്സ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സമയം കിട്ടാതെ വന്നിട്ടുണ്ടോ? രണ്ടുപേരും ബിസിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ ഡൽഹിക്ക് പോകുന്നു, ഒരാൾ തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോൾ കണ്ടുമുട്ടലുകളൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടാണ്ട് വരുന്നു. അങ്ങനത്തെ ഒരു വിഷമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് ഒരുമിച്ച് താമസിക്കുകയാണെങ്കിലും വളരെ കുറച്ച് സമയം ഞങ്ങൾ കാണാറുള്ളൂ. കാരണം ഇവർ ഫുൾ ടൈം MP എന്നുള്ള നിലയിൽ, ഞാൻ അതിന് മുൻപാണ് KPC സെക്രട്ടറി എന്നുള്ള നിലയിൽ ചാർജുള്ള ജില്ല, അങ്ങനെയൊക്കെ നല്ല ഓട്ടത്തിലാണ്. വൈകുന്നേരം നല്ലോണം ലേറ്റായിട്ട് തന്നെ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോവും, ജോലി കഴിഞ്ഞ് പിന്നെ പാർട്ടി പരിപാടികളുണ്ടാവും, അത് കഴിഞ്ഞ് ഞാനും ഏകദേശം അങ്ങനെ തന്നെ വീട്ടിലെത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സമയം കിട്ടാത്ത പ്രശ്നമില്ല. പിന്നെ ചിലപ്പം വൈകുന്നേരം ഇപ്പോൾ പുറത്ത് പോകണം തോന്നിയാൽ പാലക്കാട് ടൗണിലെ എല്ലാ കടകളും അടച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്ത് പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞു കട, ചിലപ്പോൾ ഒരു ജ്യൂസ് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു സോഡ സർവത്ത് കിട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള പെട്ടിക്കടയെങ്കിലും തുറന്നിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ടൗണിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് വെറുതെ യാത്ര ചെയ്ത് ഒരു സോഡ സർവത്തോ അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിൽ വരും. അതൊരു സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനത്തെ അതൊക്കെ ഒരു ചെറിയൊരു മൊമെന്റ് അല്ലേ? സാറിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? ആദ്യം ഞാൻ പറയട്ടെ, കേട്ടിട്ട് കൂട്ടിച്ചേർക്കാന്നാണ് പറഞ്ഞത്. അതായത് ആദ്യത്തെ ഒരു വർഷം വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ കൂടുതൽ സമയം കാണും, അത്ര വലിയ തിരക്കില്ല. എന്നാലും ഇടയ്ക്ക് ഡൽഹി പോകണം എനിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് റോസിക്ക് ജോലി കിട്ടും. ജോലി കിട്ടി രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് യാത്ര തുടങ്ങും. നെന്മാറയായിരുന്നു ആദ്യമെങ്കിലും, പിന്നീട് മഞ്ചേരി കോളേജിൽ പോയി. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് പോയാൽ പിന്നെ രാത്രി 8 മണി 9 മണിക്ക് തുളസി വരും. അപ്പോൾ ഞാനും പിന്നെ രാവിലെ പോയാൽ അർദ്ധരാത്രിക്ക് വരും. അന്ന് വളരെ കുറച്ച് സമയം വലിയ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലും ആളില്ല, പിന്നെ ഞാൻ വരുന്നതും വൈകും. അങ്ങനെ പിന്നെ ഇത് അങ്ങോട്ട് പരിചയമായി. പിന്നെ ലീവുള്ള ദിവസമൊക്കെ ഞാനും എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ് ഈ മറ്റു പരിപാടികളൊക്കെ മാറ്റി വെക്കും. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും, കടകളിൽ പോകണം, സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് എത്താൻ കഴിയാറില്ല. അപ്പോൾ 8-9 മണിയാകുമ്പോഴേക്കും മോഹമൊക്കെ വീർപ്പിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലും ഞാനെന്ത് എന്നാലും പോയി നോക്കാം, ഇനി കടയിൽ കടത്തുന്നു, ഇനി എവിടേക്കാ പോകണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏതെങ്കിലും കട ദൈവത്തിൻ്റെ ഭാഗ്യത്തിൽ തുറന്നിരിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ചെറിയ ഷോപ്പ് ഉണ്ടാവും, ടെക്സ്റ്റൈൽസോ പലചരക്ക് കടയൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഈ സുൽത്താൻപേട്ട പാലക്കാട് ടൗണിൽ കൂടെയൊക്കെ നടക്കുക, അപ്പോൾ അതേ തിരക്കൊന്നുമില്ല, നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കടകളിലൊക്കെ നടന്നു പോവുക ഒരു സന്തോഷമാണ്. ചിലപ്പോൾ ഒരു സിനിമയ്ക്കും പോവും, അങ്ങനെ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. ഇതൊക്കെ അപൂർവമുള്ളൂ. സ്ഥിരമായിട്ട് ഇതിന് നമുക്ക് സമയം കിട്ടില്ലല്ലോ. നമ്മൾ കൂടുതലും ജനങ്ങളുടെ കൂടെ ആയതുകൊണ്ട് സത്യത്തിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. രാവിലെ ഇറങ്ങുമ്പോൾ ഓർമ്മ ഉണ്ടാവും, എന്തെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞാൽ ഞാൻ രാത്രി മറന്നിട്ടും വന്നിട്ടുണ്ടാവും. അത് മതി അന്നത്തെ പൂരം. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പരസ്പരം മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇച്ചിരി മുൻശുണ്ടിയൊക്കെ ഉള്ളത് ആർക്കാണ്? സാറിനാണോ? ഇപ്പം എനിക്ക് തന്നെ അത്തരത്തിലൊക്കെ ഉള്ള എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ തണുപ്പിക്കാനൊക്കെ ഇച്ചിരി പാടാണോ, എങ്ങനെയാണ്? അല്ല, ഞാൻ പെട്ടെന്ന് സൈലന്റ് ആവും.
അല്ല, ഈ തുളസിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അധികം വർത്തമാനം പറയും. ഞാൻ വർത്തമാനം പറയില്ല. ഈ പറഞ്ഞ പോലെ അല്ല, പിണക്കല്ല, അങ്ങനല്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വന്ന് കൂടുതൽ വർത്തമാനം പറയും. ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ സൈലന്റ്. അത് ഇവരോടൊന്നല്ല, ആരോടാണെങ്കിലും ദേഷ്യം വന്ന് നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ ഷൗട്ട് ചെയ്യേണ്ടി വരും, വഴക്കടിക്കേണ്ടി വരും. പിന്നെ അത് നമ്മുടെ മനസ്സിന് തന്നെ വിഷമാവും. അതുകൊണ്ട് എനിക്ക് ആരോടും ദേഷ്യം തോന്നിയാൽ ഞാൻ പെട്ടെന്ന് സൈലന്റ് ആവും. ആ കാര്യത്തിന് ഞാൻ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കില്ല. പിന്നെ ആ സ്ഥിതി മെച്ചപ്പെടുമല്ലോ. കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ ആ സ്ഥിതി മെച്ചപ്പെടും. പിന്നെ ഒരു അപ്പൊ കാര്യം, പഴയ ലെവലിലേക്ക് അതിനൊന്നും അധികം സമയം കിട്ടാറില്ല. ഈ വീട്ടിൽ വന്നാൽ തന്നെ പാർട്ടിക്കാരും പ്രവർത്തകരും ആൾക്കാരും ആയിട്ട് അവരും ഇതായിരിക്കും. അവരൊഴിഞ്ഞു പോയിട്ട് എവിടെയെങ്കിലും ദേഷ്യപ്പെടാനുള്ള സമയം കിട്ടും, ഒട്ടും കിട്ടാറില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു മിസ്സിങ് തോന്നാറില്ലേ? അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന സമയം കണ്ടെത്തിയാൽ പോലും നമുക്ക് ഈ ലൈഫ് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പൊളിറ്റിക്സിലേക്ക് വരണ്ടായിരുന്നു? അതൊരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. ഇല്ലാതിരിക്കുമ്പോഴും നമുക്ക് ഒരു പരിപാടി ഇല്ലാതിരിക്കുമ്പോൾ, അതായത് നമ്മൾ ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ എനിക്ക് ഒരു ദിവസം കഴിയും. പണ്ട് ബന്ദ് പ്രഖ്യാപിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ നാട്ടിലെ ഷൊർണൂർ ടൗണിലാണ്. എനിക്ക് പുറത്തിറങ്ങണം, റെയിൽവേ സ്റ്റേഷനിൽ പോയ ഇഷ്ടംപോലെ ആളെ കാണും. ബന്ധം അവിടെ ബാധകമല്ല. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കംപ്ലീറ്റ് സ്ഥലത്ത് നടക്കും. പിന്നെ ഞാൻ മുനിസിപ്പൽ കൗൺസിലർ ആകുമ്പോൾ ബന്ധു ദിവസം എല്ലാ വീട്ടിലും പോകും. കാരണം അവരും തിരക്കില്ലാണ്ടിരിക്കും, ഞാനും തിരക്കില്ല. അപ്പോൾ എല്ലാവരെയും കാണാനും അവരുടെ കുശലാന്വേഷണം ആവശ്യങ്ങളൊക്കെ അറിയാനും പറ്റുമല്ലോ. അതുകൊണ്ട് അവധി ദിവസം ഒന്നുള്ളത് എൻ്റെ ലൈഫിലില്ല. ഞങ്ങൾക്ക് കോളേജിൽ ചേർന്നതിന് ശേഷമാണ് അവധി കിട്ടാൻ തുടങ്ങി. അവധിക്ക് കൂടുതൽ താല്പര്യം തുടങ്ങിയതപ്പോഴും ജോലി കിട്ടിയതിന് ശേഷം അപ്പോൾ ലീവ് എടുക്കാറുണ്ട്. ലീവ് എടുത്താലും വീട്ടിലല്ലാണ്ട്, സ്വന്തം വീട്ടിലേക്കല്ലാണ്ട് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇനി അങ്ങനെ വേണം. അങ്ങനെ ഞങ്ങൾ സത്യത്തിലൊരു അറിഞ്ഞുകൊണ്ടൊരു ടൂറേ പോയിട്ടില്ല. ആകെ ഞാൻ പാർലമെൻറ്റ് മെമ്പർ 7 വർഷം കഴിഞ്ഞു. 2 സത്യപ്രതിജ്ഞയ്ക്കും പിന്നെ ഈ കോളേജിലെ കുട്ടികളെ ടൂർ കൊണ്ടുവന്നപ്പോഴും പിന്നെ ഒരു തവണ 4 തവണ 5 തവണ മാക്സിമം തുളസി ഡൽഹിയിൽ വന്നിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ലീവ് കിട്ടാറില്ല. 2 സെഷനുള്ള സമയത്ത് ക്ലാസ്സുള്ള സമയമാണ്. ഇവരുടെ വെക്കേഷനുള്ള സമയത്ത് പിന്നെ അവിടെ പാർലമെൻറ്റ് ഉണ്ടാകാറില്ല. അതുകൊണ്ടും വരാറില്ല. വരണമെന്ന് നിർബന്ധമില്ല. ഞാൻ എത്ര നിർബന്ധിച്ചാലും പിന്നെ ആവാം, അപ്പോഴാവാമെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ടൂറ് പോകണമെന്നുള്ള താല്പര്യമില്ല. ഞാൻ പിന്നെയും പല ട്രിപ്പും പോയിട്ടുണ്ട്. കാരണം പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടും പോയിട്ടുണ്ട്, സംഘടനാപരമായിട്ടും പോയിട്ടുണ്ട്. അപ്പൊക്കെ എനിക്ക് ധാരാളം സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. ആകെ തുളസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശത്തേക്ക് വന്നത് ഈ ഇലക്ഷനൊക്കെ ഒരു 5-6 മാസം മുമ്പ് അമേരിക്കയ്ക്ക്. അപ്പോൾ US-ലേക്കാണ് ആദ്യത്തെ കാൽവെപ്പ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് എല്ലാ രാജ്യങ്ങളും കാണാൻ കഴിയും. ഞാനൊക്കെ ഒരു 10-30 രാജ്യം കഴിഞ്ഞിട്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ഇത് ആദ്യം തന്നെ അമേരിക്കയ്ക്കാണ് പോകുന്നത്. അതിൽ എളുപ്പം എന്ന് വെച്ചാൽ ഞാൻ MP ആയതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസ കിട്ടാനും വളരെ എളുപ്പമായി. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് ആകെ ഒരു 10-12 ദിവസം വന്നിട്ടുള്ളത് ഈ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ദീർഘനേരം വിമാനത്തിൽ യാത്ര. ഒന്നാമത്തെ കാര്യം പേടിയുണ്ട്. ഈ 10-24 മണിക്കൂറൊക്കെ അതിലിരിക്കണ്ടേ, നമുക്കൊരു ആശങ്ക. എവിടുന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ലല്ലോ. അല്ല, ഇപ്പൊ കുഴപ്പമില്ല. അമേരിക്കൻ ട്രിപ്പാണ് ആയത്തെന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോ ഏത് രാജ്യത്തേക്കും വിമാനത്തിൽ പോയിക്കോ. കാരണം 24-22 മണിക്കൂർ ഫ്ലൈറ്റ് തന്നെയല്ലേ. അപ്പൊ അത് പരിചയമായി. അതൊന്ന് ഞാൻ ആ ട്രിപ്പിൽ നിന്ന് ഒഴിവാവാൻ പരമാവധി ശ്രമിച്ചു. പിന്നെ ഒരു നിർബന്ധിച്ചപ്പോൾ അങ്ങനെ പോയി. ഈ പറഞ്ഞ പോലെ മാമിന് ഓണത്തിന്റെ ഒരുപാട് ഓർമ്മകൾ കുട്ടികളുമായിട്ട് ചരിത്രാധ്യാപികയാണ്. അപ്പോൾ കോളേജിലൊക്കെ ഒരുപാട് കുട്ടികളായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ഉണ്ടാവാറായിരുന്നു. ഇത്തവണത്തെ ഓണമാണ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇവിടെയാണോ അതോ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും ഓണത്തിന്? എന്തായാലും തിരുവോണം ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്കൊക്കെ നമ്മൾ ഓണസദ്യ തയ്യാറാക്കിയിട്ട് വിളമ്പും, നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് വിളമ്പി അത് കൊടുക്കാന്നുള്ളത് എല്ലാം ഓണത്തിനുണ്ടാവും. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും. ഒരു കാര്യം പറയാം, മുൻ തവണ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ടൊരു ഓണാഘോഷം നടത്തിയിട്ടില്ല. പക്ഷെ ഇത്തവണ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞങ്ങളുടെ കോളനിയിൽ ഞങ്ങൾ താമസിക്കുന്നത് കൽമണ്ഡപത്താണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു 5-6 മാസമായിട്ട് താമസമാക്കി. അവിടെയുള്ള ആളുകളൊക്കെ മന്ത്രിയായപ്പോൾ സ്വീകരിക്കാനൊക്കെ വന്നിരുന്നെങ്കിലും അവർക്കൊരു ട്രീറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയ തോതിലൊരു ഓണസദ്യ ഇങ്ങനെ മനസ്സിൽ പ്ലാനുണ്ട്, തീരുമാനമായിട്ടില്ല, ആലോചിക്കുന്നു. ഈ പറഞ്ഞ പോലെ മറ്റ് ഓണത്തിന്റെ നമ്മളെ സദ്യവട്ടങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാം കുക്ക് ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? സാമ്പാറാണ് ഇഷ്ടം. സാമ്പാർ, അവിയൽ, അങ്ങനെ തോരൻ, ഇതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷേ റോസിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും താല്പര്യം നോൺ വെജ് ഉണ്ടാക്കാനാണ്. ഇപ്പം ചിക്കനൊക്കെ കറിയൊക്കെ നന്നായിട്ട് വെക്കും, മട്ടൺ വെക്കും, മീൻ അതിനേക്കാൾ ഉഷാറായിട്ട് വെക്കും. പക്ഷെ ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ? എരിവൽപ്പം കൂടുതലായിരിക്കും.
പുളി എരിവ് കുറച്ച് കൂടുതലാണ്. ഇനി മധുരത്തിനോട് വലിയ താല്പര്യം. ഉപ്പും പുളിയും ഒക്കെ കുറച്ച് കൂടുതലാണ്. ഞാനിതൊക്കെ കുറച്ച് കുറവുള്ളതാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിനി സർക്കാരിൻ്റെ ഓണവിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് കിടക്കാം. അപ്പോൾ ഇത്തവണത്തെ മൊത്തത്തിലുള്ള സർക്കാരിൻ്റെ ഒരു പ്ലാനും നിങ്ങൾ രണ്ടുപേരും ഭാഗമാണല്ലോ അതിൻ്റെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടി. UDF സർക്കാർ ഇപ്രാവശ്യം ഓണത്തിന് പ്രത്യേകിച്ച് ഓണ വിപണിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു സർക്കാരാണ്. പ്രത്യേകിച്ച് വില വർധനവിനെ പിടിച്ചു നിർത്താനും പിന്നെ കുറഞ്ഞ വിലയിൽ തന്നെ നല്ല നിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കാനുമായിട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം കൃത്യമായിട്ട് നടത്തിയും അതിനുവേണ്ടി ആളുകൾക്ക് ഔട്ട്ലെറ്റുകൾ ഇഷ്ടംപോലെ സംസ്ഥാനത്തിനുടനീളം ആയിരക്കണക്കിന് കൊടുക്കുകയും പിന്നെ ആളുകളുടെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടൊരു സർക്കാരാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പം പൊതുവേ ജനങ്ങൾക്കും അങ്ങനെ വലിയ തോതിലുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെയും ഇപ്പം നമ്മൾ വാർത്തകളിലൂടെ ആണെങ്കിലും ഒന്നും പുറത്തു വന്നത് കണ്ടില്ല. പിന്നെ വകുപ്പിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരത്തെ UDF സർക്കാർ ഇരുന്നപ്പം ഓണക്കോടി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതി പിന്നീട് ഓണ സമ്മാനം എന്നുള്ള പേരിൽ കഴിഞ്ഞ സർക്കാർ അതിനെ പണം കൊടുക്കുന്ന രീതിയാക്കി മാറ്റി. പക്ഷേ പദ്ധതിയുടെ പേര് ഓണക്കോടി എന്നാണ്. അപ്പോൾ ഓണക്കോടി എന്ന് പേരിട്ടിട്ട് പൈസ കൊടുക്കുന്നതിന് പകരം ഓണക്കോടി തന്നെ കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹവും അത് ഓണക്കോടി കൊടുക്കണം എന്നുള്ള തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഓണക്കോടി കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓണക്കിറ്റും അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഓണം സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക പ്രയാസങ്ങളില്ലാതെ അവർ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു കേരളം ഉണ്ടാവണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. ആ രീതിയിലേക്ക് സംസ്ഥാനം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നേരത്തെ ഈ സംസ്ഥാന സർക്കാർ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് ഓണമൊക്കെ മങ്ങിപ്പോകുമെന്നുള്ളൊരു പ്രചരണം വ്യാപകമായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ പാലക്കാട് തുളസിയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത സപ്ലൈകോൻ്റെ വിപണി. ഇന്ന് ചോദിച്ചപ്പോൾ അത്യപൂർവമായ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നു, നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ അവരുടെയൊക്കെ ഓണറേറിയം കൂട്ടിയത്, അവർക്കൊക്കെ ബട്ട കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്, സർക്കാർ ജീവനക്കാർ എല്ലാവരും ഒരു സംതൃപ്തരാണെന്ന് അറിയുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി ഗവൺമെൻറ് ഓണം അതിഗംഭീരമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അമൃത TVയുടെ മുഴുവൻ പ്രേക്ഷകരോടും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളോടും ഹൃദയം നിറഞ്ഞ ഓണാശംസകളാണ് പറയാനുള്ളത്. ഓണം നമുക്ക് സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ കൊണ്ടിടാനും നമ്മുടെ കൂട്ടായ്മ വളർത്താനുമുള്ള ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരുമയാണ്. ഒരുമ എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം, സൗഹാർദ്ദപൂർവ്വം സന്തോഷം പങ്കിടുക എന്നുള്ളത് മാനവരാശിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഓണത്തിന് എല്ലാവരും ഒരുപോലെ അത് ആഘോഷിക്കണമെന്നുള്ള മാവേലി മന്നൻ്റെ ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അദ്ദേഹം നടപ്പിലാക്കിയതാണ് ഇന്ന് ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ കളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും നമ്മുടെ നാട്ടിൽ സാഹോദര്യത്തോടു കൂടി കഴിയുക, ഇതൊക്കെ ഓണത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങളാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. അമൃത TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ, ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഒരു ഓണപ്പാട്ടോടുകൂടി നമ്മുടെ ഈ ഒരു കൊച്ചു വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ഓക്കെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. സെയിം ടു യു. എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.